നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ട് ഹൽവ ഉണ്ടാക്കാം. അതിന് സ്വീറ്റ് പൊട്ടറ്റോ എടുത്ത് തോലൊക്കെ കളഞ്ഞ് കഴുകി നിറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ വേവിച്ച കഷ്ണം വെള്ളം ഊറ്റി കഴിയുമ്പം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യൊഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യൊഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പം ഈ അരച്ച സ്വീറ്റ് പൊട്ടറ്റോ അതിലേക്കിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഒരുവിധം ഒന്ന് വാടി വരുമ്പം അതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര പാനിയോ ശർക്കര പൊടിയോ ചേർത്ത് കൊടുക്കുക. ശർക്കരയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കുക. ശർക്കര ഒന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തെ കട്ടകൾ വല്ലതും ഉണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതുകൊണ്ട് ചെറിയ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുമ്പം ഒരു ടീസ്പൂൺ കോൺഫ്ലോർ എടുത്ത് ഇത്തിരി വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. അല്പം ഏലക്കാപ്പൊടി ഇടുക. പെട്ടെന്ന് വരണ്ട് കിട്ടും. എന്നിട്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയമാകുമ്പം 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമ്മൾ വേറൊരു ചെറിയ ബൗളിലേക്കോ എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഡീമോൾഡ് ചെയ്യുക. ഇത് പെട്ടെന്ന് വരണ്ട് കിട്ടും. പിന്നെ ഈ സമയത്ത് നട്ട്സ് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അധികം നട്ട്സൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 3-4 കശുവണ്ടി മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് സെറ്റായി കിട്ടും. ഇതേ നല്ല കറുത്ത ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കോഴിക്കോടൻ ഹൽവ പോലുള്ള കറുത്ത ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റിയാണ്, സിമ്പിളാണ്, ഹെൽത്തിയുമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.